എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാം തൊട്ടടുത്ത് നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഓരോ സബ്ജക്റ്റിലെയും ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള 5 പ്രധാനപ്പെട്ട പ്രീവിയസ് ഇയർ ടോപ്പിക്സ് ആണ് നമ്മൾ ഈ ഒരു സെഗ്മെന്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ നമ്മൾ എക്കണോമിക്സിൽ 5 പ്രധാനപ്പെട്ട കീ റിപ്പീറ്റിംഗ് ടോപ്പിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് 5 ഇയർ പ്ലാൻസ് ആണ്. നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിയാൽ അറിയാം, ഒട്ടുമിക്ക ഡിഗ്രി ലെവൽ പ്രിലിംസിനും എക്കണോമിക്സിൻ്റെ ഭാഗമായിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കാണ് 5 ഇയർ പ്ലാൻസ്. 5 ഇയർ പ്ലാൻസ് വളരെ ഇൻഡെപ്തിലാണ് ചോദ്യങ്ങൾ വരുന്നത്. ഓരോ പ്ലാനിലെയും പ്രധാനപ്പെട്ട ഡെവലപ്മെൻറ്റ്സ് നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് അറിഞ്ഞിരിക്കണം. ഏത് ഗവൺമെൻറ് സമയത്താണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തതെന്ന് ഓർത്തിരിക്കണം. അങ്ങനെ വളരെ ഇൻഡെപ്തിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു മേഖലയാണ് 5 ഇയർ പ്ലാൻസ്. തീർച്ചയായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ്. അടുത്ത ജി എസ് ടിയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ജി എസ് ടിയിൽ സ്റ്റാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. സ്റ്റാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പം ജി എസ് ടി ഇംപ്ലിമെൻറ്റ് ചെയ്ത സമയത്തുള്ള സാഹചര്യങ്ങൾ, അതിൻ്റെ ബെനിഫിറ്റ്സ്, അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അറിയണം. അതുപോലെ തന്നെ അതിൻ്റെ ഒരു ടാക്സ് സ്ട്രക്ചർ, അതൊക്കെ നമ്മൾ സ്റ്റാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളുടെ ഭാഗമായിട്ട് അറിയേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ജി എസ് ടിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കറണ്ട് അഫയേഴ്സ് ഡെവലപ്മെൻറ്റ്സും ഉണ്ട്. കഴിഞ്ഞ വർഷം അവസാനം ആയപ്പോഴേക്കിന് ജി എസ് ടിയുടെ സ്ലാബ് റേറ്റിലൊക്കെ മാറ്റങ്ങൾ വരികയുണ്ടായി. പല ഐറ്റംസിൻ്റെയും ടാക്സ് കുറയുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ആ ഒരു ഡെവലപ്മെൻറ്റ്സ് ഒക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. മൂന്നാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നീതി ആയോഗും പ്ലാനിംഗ് കമ്മീഷനുമാണ്. പ്ലാനിംഗ് കമ്മീഷൻ മാറിയിട്ടാണ് നീതി ആയോഗ് വന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒബ്ജക്റ്റീവ്സ് ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കണം. കാര്യം പലതവണ ചോദിച്ചിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ, നീതി ആയോഗിൻ്റെയും പ്ലാനിംഗ് കമ്മീഷൻ്റെയും സ്ട്രക്ചർ, അതുപോലെ തന്നെ അവരുടെ ഒരു അപ്രോച്ച്, ടോപ്പ് ഡൗൺ അപ്രോച്ചാണ് പ്ലാനിംഗ് കമ്മീഷനുടേത്. നീതി ആയോഗ് എന്ന് പറയുന്നത് കുറേ കൂടെ കോപ്പറേറ്റീവ് ഫെഡറലിസത്തിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ബോട്ടം അപ്പ് അപ്രോച്ചാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അടുത്തത് ആർ ബി ഐയുടെ ഫംഗ്ഷൻസ് ആണ്. ആർ ബി ഐക്ക് പല രീതിയിലുള്ള ഫംഗ്ഷൻസ് ഉണ്ട്. സോ അതിനെപ്പറ്റി നമ്മൾ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ മോണിറ്ററി പോളിസി കമ്മിറ്റി, മോണിറ്ററി പോളിസിയുടെ ഭാഗമായിട്ട് ഒരുപാട് ടൂൾസ് ആർ ബി ഐ യൂസ് ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ്, SLR, ക്യാഷ് റിസർവ് റേഷ്യോ, അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റ് പ്രധാനപ്പെട്ട ടേംസ്, ഈ ബാങ്ക് റേറ്റ്, മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി, അങ്ങനെയുള്ള ആ ടേംസിലൊക്കെ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. ഇനിയിപ്പോൾ അവസാനത്തെ 5ാമത്തെ പ്രധാനപ്പെട്ട ടോപ്പിക് എന്ന് പറയുന്നത് നാഷണൽ ഇൻകവും ഫിസ്ക്കൽ ഡെഫിസിറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൺസെപ്റ്റ്സ് ആണ്. റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു വരുന്നൊരു മേഖലയാണ്. ഇപ്പോൾ ഇൻകം റിലേറ്റഡ് കൺസെപ്റ്റ്സ് ആയിട്ട് നമുക്ക് നോക്കുമ്പം GDP ഉണ്ട്, GNP ഉണ്ട്, NDP ഉണ്ട്, NNP ഉണ്ട്, ഫാക്ടർ കോസ്റ്റ് ഉള്ള ഇൻകം ഉണ്ട്, അതുപോലെ തന്നെ മാർക്കറ്റ് കോസ്റ്റ് ഉണ്ട്, ഡിപ്രിസിയേഷൻ്റെ കാര്യങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള പ്രധാനപ്പെട്ട കൺസെപ്റ്റ്സ് ഉണ്ട്. സോ അങ്ങനെയുള്ള കൺസെപ്റ്റ്സ് ഒക്കെ എന്താണെന്നും അതിൻ്റെ ഒരു ബേസിക് ഓവർവ്യൂ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. ചില ഫോർമുലാസ് ഒക്കെ ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഫിസ്ക്കൽ ഡെഫിസിറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. ഫിസ്ക്കൽ ഡെഫിസിറ്റിൻ്റെ പല ടൈപ്പുകളുണ്ട്. ഫിസ്ക്കൽ ഡെഫിസിറ്റ് ഉണ്ട്, പ്രൈമറി ഡെഫിസിറ്റ് ഉണ്ട്, ഗ്രോസ് ഫിസ്ക്കൽ ഡെഫിസിറ്റ് ഉണ്ട്, റവന്യൂ ഡെഫിസിറ്റ് ഉണ്ട്. അങ്ങനെ പല രീതിയിലുള്ള കൺസെപ്റ്റുകളുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു ബേസിക് ഐഡിയ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. വളരെ ഇൻഡെപ്തിലൊന്നും വേണ്ട, ബേസിക് ആയിട്ട് ഈ സംഭവം എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അങ്ങനത്തെ ചോദ്യങ്ങളാണ് കൂടുതലും കണ്ടുവന്നിട്ടുള്ളത്. POQ ക്വസ്റ്റ്യൻസ് നമ്മൾ നല്ല രീതിയിൽ അനലൈസ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. നിങ്ങളുടെ റിവിഷൻ്റെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും ഈ പറയുന്ന ടോപ്പിക്സ് നല്ല രീതിയിൽ പഠിക്കേണ്ടതായിട്ടുണ്ട്. സോ ഈ ഒരു ചാനൽ ലോഞ്ച് ചെയ്തിട്ടുള്ള ടെസ്റ്റ് സീരീസിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നോക്കാവുന്നതാണ്. സോ താങ്ക് യു.